335 മുതൽ ജെറുസലേമിലും 5ഉം 6ഉം നൂറ്റാണ്ട് മുതൽ ഗ്രീക്കു സഭയിലും ലത്തീൻ സഭയിലും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു കാരണം. 326 ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും തിരുനാളിന്റെ പ്രചാരണത്തിന് കാരണമായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രബലനായ മാക്സെൻസിയൂസ് രാജാവിന്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല. രാത്രി ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി. ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത്. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച അടയാളം പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചെയ്തു. യുദ്ധത്തിൽ വിജയം വരിച്ചു. താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരവും ചെയ്തു. അതാണ് 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ സാർവത്രികമായത് ഹെരാക്ലിയോസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്റോസിനെ 3 പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിന്റെ തിരുശേഷിപ്പ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിനു ശേഷമാണ്. 614 പേർഷ്യൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ ഹെലേന രാജ്ഞി വെച്ചിരുന്ന കുരിശിന്റെ തിരുശേഷിപ്പ് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുകയുണ്ടായി. 629 സെപ്റ്റംബർ 14 ജെറുസലേമിൽ കുരിശിന്റെ തിരുശേഷിപ്പ് പുനഃസ്ഥാപിച്ചു. അന്നു മുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിലാകമാനം കൊണ്ടാടാൻ തുടങ്ങി. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാൻ എന്റെ പക്കലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:13 എന്ന ദിവ്യഗുരുവിന്റെ വാക്കുകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. വിശുദ്ധ ലേയോയുടെ വാക്കുകളാണിവ.